ഒരുപാട് സ്വാമിമാര് മല കയറാൻ പോകുന്നുണ്ടല്ലേ ശബരിമലയിലേക്ക്. എന്നാ ഒരു നായ മല കയറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോ വഴി കൂടെ പോകുമ്പോൾ ഒരു നായയും ഒരു അയ്യപ്പ ഭക്തനും മല കയറാനായിട്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി അതൊന്ന് കാണിച്ചു തരാന്ന്. വാ, ഇതാണ് കേട്ടോ നായക്കുട്ടി. കടിക്കുമെന്നറിയില്ല. അപ്പു എന്നാണല്ലേ ചേട്ടാ പേര്? അപ്പു എന്നാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത്. ആള് മാഹി മുതൽ ഞങ്ങളെ ഒപ്പമുണ്ട്. സ്വാമിമാർ കാസർഗോഡ് നിന്ന് വരുന്ന സ്വാമിമാരെ കൂടെ കൂടിയതാണ്. മാഹിന്ന് പേപ്പറിൽ ന്യൂസിലൊക്കെ വന്ന് തെറ്റായ ന്യൂസ് വന്ന് കർണാടക സ്വാമിമാരെന്നാണ് തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ശരിക്കും കാസർഗോഡ് നിന്നുള്ള സ്വാമിമാരെ കൂടെ കൂടിയത്. ഞാൻ എല്ലാ വർഷവും അവരുടെ കൂടെ നടന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഓൺ ദ വേയിൽ അവരുടെ കൂടെ മാഹിന്ന് കൂടിയതാണ്. അപ്പു എന്നാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത്. ഞാൻ മലപ്പുറത്തുള്ള സ്വാമിയാണ്. മലപ്പുറം കൊണ്ടോട്ടിയാണ് വീട് പ്രോപ്പറായിട്ട്. അപ്പോൾ ഞാൻ ചമ്രോട്ടത്തു നിന്നാണ് ഇവരുടെ കൂടെ ഇത്തവണ കൂടിയത്. കഴിഞ്ഞ തവണ തിരൂർ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അവരുടെ കൂടെ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ആള് ഒരുപാട് കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് മിസ്സായി. അതെ, കാലിന് ചെറിയ പരിക്ക് കാര്യമുണ്ട്. നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ അവിടെ ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്പ്രേയും കാര്യങ്ങളും മരുന്നൊക്കെ തന്നിട്ടുണ്ട്. മരുന്നൊക്കെ കൊടുത്ത് ആൾ ഉഷാറാണ്. ഇപ്പോൾ കുറച്ച് ഉച്ചയ്ക്ക് രാവിലെ ഞങ്ങൾ പുലർച്ചെ 1:30 എണീറ്റിട്ടാണ് ചവിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 7 വരെ ഞങ്ങൾ നിൽക്കാതെ ചവിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നേരം വെളുക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് മിസ്സായി. ആളൊന്ന് മിസ്സായി. ആളെ കാണാതെ വേറെ ഡോഗുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്രമിക്കാൻ വരൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പേടിച്ച് അങ്ങോട്ട് ഒന്ന് ഓടിയതിൻ്റെ ഇടയിൽ പിന്നെ കണ്ടില്ല. പിന്നെ ഞങ്ങളെ കെട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ബാക്കിൽ 2-3 ആളെ ബാക്കിലുണ്ടായിരുന്നുള്ളൂ. പുറകിൽ വരുന്ന ആൾക്കാരുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ പുറകിൽ കുറച്ചൊന്ന് ഡിലേ ആയി. ഞങ്ങൾ കെട്ടുവെച്ച് കുറേ തിരഞ്ഞു, കണ്ടില്ല. കാടിൻ്റെ ഉള്ളിൽ ഓടിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആലുവയിലെത്തി. ആലുവയിലേക്ക് പിന്നെ ഒരു 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ ആലുവയ്ക്ക് നടന്ന ശേഷം കെട്ട് അവിടെ ഇറക്കി വെച്ചിട്ടാണ് ഞങ്ങൾ റിട്ടേൺ പോയി തിരഞ്ഞത്. ഓരോ ടീമും ഓരോ വഴിക്ക് തിരഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ഞാനാണ് അതിനെ കണ്ടെത്തിയത്. കുറച്ച് പുറകിലാണ് ഒരു 6 കിലോമീറ്റർ ഒരു പെട്രോൾ പമ്പ് ചാരി ഒരു കടയുടെ അടുത്തുനിന്ന് മിസ്സായത്. ആ ഭാഗത്ത് തന്നെ ആളുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഓടി വന്നു. കഴിക്കില്ല കേട്ടോ, വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ പ്യൂർ വെജിറ്റേറിയൻ ആണ്. മീനൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെ കച്ചവടക്കാർ ഇവരൊക്കെ ഉണ്ട്. അവർ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കഴിക്കുന്നില്ല. ഇറച്ചി കാര്യങ്ങളൊന്നും മത്സ്യമാംസാദികളൊന്നും തൊടില്ല. ഞങ്ങളമാതിരി നോമ്പുള്ള പോലെ തന്നെയാണ് ആളുടെയും പ്രകൃതം. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെ ഇവിടെ ആലുവ സ്കൂളൊക്കെ എത്തിയപ്പോൾ കുട്ടികളെ ആർത്ത് വിളിക്കുന്നുണ്ട്. അപ്പു എന്നാണ് പേരിട്ടിട്ടുള്ളത്. എല്ലാവരും ആവേശത്തിൽ കുട്ടികളൊക്കെ അപ്പു അവർ രക്ഷിതാക്കളും വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്നിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ട് കണ്ടിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മലക്ക് മഴ വരുന്നുണ്ട്. പരമാവധി ഞങ്ങൾക്ക് വേഗത്തിലെത്തണം. കയറാൻ പറ്റുന്ന പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അവിടെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണയും വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്തവണ വരുന്ന ഈ അപ്പുവിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അവർ കയറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇൻ കേസ് കയറ്റിയില്ല എങ്കിൽ മാത്രം താഴെ ആരെങ്കിലും സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മല കയറിയിട്ട് ഞങ്ങൾ നെയ്യഭിഷേകം കാര്യങ്ങൾ കഴിഞ്ഞ് പോരുമ്പോൾ ആളെ റിട്ടേൺ കൂട്ടും. കയറ്റിയിട്ടില്ല എങ്കിൽ കയറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ശബരിമല വരെ കൊണ്ടുപോകും. കയറാൻ പറ്റട്ടെ വിചാരിക്കുന്നു. അപ്പുവിനൊപ്പം ക്യാമറമാൻ സാനന്ദും ചിത്രയും.